ലോകമെമ്പാടും മാതൃദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഈ ഒരു ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ മറ്റൊന്നുമില്ല. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ കൊല്ലം ജില്ലയിലുള്ള നവജീവൻ എന്ന് പറയുന്ന അഭയ കേന്ദ്രത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറേ അമ്മമാരെ കാണാം. ഇന്നത്തെ വീഡിയോ ഞാൻ അതിനുവേണ്ടി നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, ഞാനിത് കാണിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇതൊരു പാഠമാവണം. ഇതൊക്കെ കാണുമ്പോഴെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ അമ്മയെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവൻ നൽകിയ എന്താ പറയുക, എനിക്ക് ഒരുപാടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല, എങ്കിലും എല്ലാവർക്കും അറിയില്ല അമ്മ അത്രമാത്രം പ്രധാനമാണ് നമുക്ക്. അതുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്നത് കുറേ അമ്മമാരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ടീമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കത് കാണാം. എന്നിട്ട് കാണുന്ന നമ്മളുടെ അമ്മമാരെ നോക്കുന്ന ആൾക്കാരുടെ മുന്നിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് എല്ലാവരെയും അകത്ത് കയറി പരിചയപ്പെടാം. അതെ, എന്ന് പറയുന്നത് ഞങ്ങളുടെ അതായത് വനിതാ വിങ്ങിൻ്റെ ഒരു സംഘടനയാണ്. ആ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക, ഡ്രസ്സും അതുപോലെ ഫുഡും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു മാതൃദിനത്തിൽ ഇവിടെ വന്ന് നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഈ ഒരു മാതൃദിനത്തിൽ നിങ്ങളോടൊപ്പം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം, അതുപോലെ ആശംസകൾ നേരുന്നു. നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹക്കടലിലെന്നും ചിപ്പി വിളയുമല്ലോ, കരുണതൻ മുത്തുപൊഴിയുമല്ലോ. ഓണനിലാവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ, പേരെന്തുവാ? കണ്ടാലും കുഞ്ഞും കൃഷ്ണന്റെ രാധയാണോ? നമ്മൾ കൃഷ്ണന്റെ രാധയാ കണ്ടേക്കുന്നത് കേട്ടോ. രാധയെന്ന് അമ്മയുടെ പേരല്ലേ, കമലമ്മ. മനസ്സ് മുറ്റത്തെ തുളസി പോലെ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മളുടെ ഈ ഒരു അതിഥി മന്ദിരം. ഇവിടെ നമുക്ക് വലിയ ബഹളമോ ഒന്നുമില്ല, വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം. പിന്നെ കുറെ നല്ല അമ്മമാരെ കാണാൻ പറ്റി. ഞാനൊരു റീലിലൂടെ അമ്മമാരുമായിട്ടൊക്കെ സംസാരിച്ചതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഈ ഒരു മാതൃദിനത്തിൽ എല്ലാവരുമായിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി, ഒരുപാട് അമ്മമാരെ കാണാൻ പറ്റി, ഒരുപാട് സന്തോഷം. ഇവിടെ വന്ന് ഈ ഒരു നവജീവനം എന്ന് പറയുന്ന എന്താ പറയുക, അതിഥി മന്ദിരത്തിൽ വന്നിട്ടാണ് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ ഈ ഒരു മാതൃദിനത്തിൽ ആഘോഷിച്ചത്. നിങ്ങളും ഇതുപോലൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ, അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഇനിയുള്ള തലമുറയിലെ എല്ലാ കുട്ടികളും അവരവരുടെ അമ്മമാരെ നല്ല രീതിയിൽ നോക്കുക. ഇങ്ങനെയുള്ള അതിഥി മന്ദിരങ്ങളിലൊന്നും ഏൽപ്പിക്കാതെ സന്തോഷപൂർവ്വം നിങ്ങൾ ജീവിക്കുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.